പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയക്കെടുതിയെക്കുറിച്ചുള്ള പ്രത്യേക പ്രസ്താവന നടത്തും. 4 മണിക്കൂർ നീളുന്ന ചർച്ചയിൽ പുനരധിവാസ പുനർനിർമ്മാണ വിഷയങ്ങളാകും ചർച്ചയാവുക. ചട്ടം 275 പ്രകാരമുള്ള പ്രത്യേക പ്രമേയവും സഭ പാസാക്കും. പ്രളയത്തിൽ എല്ലാം മറന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ബിഗ് സല്യൂട്ട് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തത്തിൽ കരഞ്ഞിരിക്കാൻ കേരളം തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ സംസ്ഥാന സർക്കാർ ആദരിച്ചു. കുറേ ആളുകൾ അപകടത്തിൽപ്പെട്ട് കഴിയുന്നു. ആ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കണം, അത് എൻ്റെ സഹോദരനാണ് എന്ന ചിന്തയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ചാടിയിറങ്ങിയത്. നിങ്ങൾക്ക് ഈ കേരളത്തിലെ ധീരരായ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൻ്റെതായ ബിഗ് സല്യൂട്ട് ഞാൻ ഈ ഘട്ടത്തിൽ അർപ്പിക്കുകയാണ്. ദുരന്തമുഖത്ത് കരളുറപ്പിന്റെ തുഴയെറിഞ്ഞ് അതിജീവനത്തിന്റെ പടയൊരുക്കം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ ബിഗ് സല്യൂട്ട് നൽകിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. സമാനതകളില്ലാത്ത ധീരമായ ചടുലമായ പ്രവർത്തനമാണ് പ്രളയക്കെടുതിയിൽ ഇവർ നൽകിയതെന്നും ദുരിതമനുഭവിക്കുന്നവർക്കായി സ്വന്തം ജോലിയോ വരുമാനമോ കുടുംബത്തെക്കുറിച്ചോ ആലോചിക്കാതെയാണ് ഇവർ മുന്നിട്ടിറങ്ങിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തെ ഓർത്ത് വിലപിക്കാൻ തയ്യാറല്ലെന്നും കേരളം ശക്തമായി തിരിച്ചുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിരവധി സർക്കാർ ഓഫീസുകൾ, മറ്റ് കെട്ടിടങ്ങൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ചിലത് തകർന്നു പോയിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് വീണ്ടും സ്ഥാപിക്കാനാവണം. എന്നാൽ അതുമാത്രം പോരാ, നാം ഒരു വീഴ്ച വീണിരിക്കുന്നു. ഇത് ദുരന്തത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. പക്ഷെ ഇതിൽ കരഞ്ഞിരിക്കാൻ നാം തയ്യാറില്ല. നാം നമ്മുടെ നാടിനെ കൂടുതൽ ഉയരത്തിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും. നമ്മുടെ നാടിന്റെ കൂട്ടായ്മയാണ് ഈ ദുരന്തം അതിജീവിക്കാൻ സഹായകമായത്. നാട്ടിലെ യുവജനതയുടെ കയ്യിൽ സംസ്ഥാനം ഭദ്രമാണെന്നും പുതിയൊരു കേരളത്തെ നിർമ്മിക്കുവാൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന പരിപാടിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത 4537 മത്സ്യത്തൊഴിലാളികളെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവകേരള നിർമ്മിതിക്കായി എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് ലോക് ബാങ്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും പ്രളയത്തെക്കുറിച്ച് പഠിക്കുമെന്നും വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. നവകേരളം സൃഷ്ടിക്കുവാനുള്ള സംസ്ഥാനത്തിന്റെ എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചാണ് രാജ്യാന്തര ഫണ്ടിംഗ് ഏജൻസികളായ ലോകബാങ്ക്, ഏഷ്യൻ വികസന ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ ഒന്നാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം മടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്ന് പ്രതിനിധികൾ പറഞ്ഞു. Multilateral development banks like the World Bank and the ADB can play in supporting government of Kerala's efforts to rebuild and reconstruct Kerala. പ്രളയത്തെ സംബന്ധിച്ച് പഠിക്കും. അനുബന്ധ നടപടിക്രമങ്ങൾക്ക് ശേഷം വായ്പയുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കും. കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ വേഗത്തിൽ വായ്പ ലഭിക്കണമെന്നതാണ് സർക്കാരിന്റെ ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾക്ക് അനുകൂല സമീപനമാകും ADBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയെന്നും പ്രതിനിധികൾ പറഞ്ഞു. We could be interested to provide reconstruction assistance, of course subject to the state government and the national government's request. നേരത്തെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയ ശേഷമാണ് ബാങ്ക് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയക്കെടുതിയെക്കുറിച്ചുള്ള പ്രത്യേക പ്രസ്താവന നടത്തും. വിവരങ്ങളുമായി റീനു ശ്രീധർ ചേരുകയാണ്. റീനു, ഇന്ന് പ്രളയക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമ്മേളനം ചേരുകയാണ്. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ചർച്ചയിൽ പുനരധിവാസവും പുനർനിർമ്മാണവും തന്നെയായിരിക്കുമോ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്? ജിജി, 9 മണിയോടുകൂടിയായിരിക്കും കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത്. 9 മണി മുതൽ 2 മണി വരെയായിരിക്കും സമ്മേളനം നീണ്ടു നിൽക്കുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും നമ്മുടെ കഴിഞ്ഞ ഒരു മാസക്കാലമായി സംസ്ഥാനത്തൊട്ടാകെ നാശം വിതച്ച പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരിക്കും പ്രധാനമായും ഉയർന്നു വരുന്നത്. ചട്ടം 130 പ്രകാരമാണ് പ്രത്യേക നിയമസഭ വിളിച്ച് ചേർത്തിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം പ്രധാനമായും
9 മണി മുതൽ ചരമോപചാരം അർപ്പിക്കുക എന്ന ചടങ്ങായിരിക്കും. പ്രധാനമായും പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട നമ്മെ വിട്ടുപിരിഞ്ഞവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയി, സോമനാഥ് ചാറ്റർജി, എം കരുണാനിധി, ചേർക്കുളം അബ്ദുള്ള, ടി.കെ. ആറുമുഖം തുടങ്ങിയവർക്കും ചരമോപചാരം നിയമസഭ അർപ്പിക്കും. അതിനുശേഷമായിരിക്കും 1 മണിക്കൂർ ശേഷം ചരമോപചാരം അർപ്പിച്ചതിന് ശേഷം ആയിരിക്കും പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കുക. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രസ്താവന നടത്തും. ശേഷം പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട ദുരിതം പേറിയ സഭാമണ്ഡലങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും സഭാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കും. അതിനുശേഷം ചട്ടം 275 പ്രകാരമുള്ള ഒരു പ്രമേയവും പാസ്സാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 4 മണിക്കൂറായിരിക്കും സഭാ സമ്മേളനം നീണ്ടു നിൽക്കുക. നമുക്കറിയാം, വലിയ ദുരന്തമായിരുന്നു പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഉണ്ടായത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ഈ രക്ഷാപ്രവർത്തനം 3 ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് വേർതിരിക്കാൻ കഴിയുക പ്രളയക്കെടുതിയെ. ഒന്ന് രക്ഷാപ്രവർത്തനം, പുനരധിവാസം, പുനർപ്രവർത്തനങ്ങൾ എന്നിവയായിരിക്കും. ഇതിൽ പുനരധിവാസവും പുനർപ്രവർത്തനങ്ങളും പുനർനിർമ്മാണവുമായിരിക്കും പ്രധാനമായും സഭാ സമ്മേളനം ചർച്ച ചെയ്യുക. നമുക്കറിയാം, 20,000 കോടിയോളം രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനം വിലയിരുത്തിയിരിക്കുന്നത്. ഇതുവരെയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സഹായങ്ങളുമായി എത്തിച്ചേരുന്നത്. കേന്ദ്രം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരിക്കും സഭയിൽ പ്രധാനമായും ഉയർന്നു വരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായ സഹായത്തിൻ്റെ ദൗർലഭ്യവും സഭ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം നടന്ന സംസ്ഥാനത്തിൻ്റെ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച ചേരുവാൻ വേണ്ടിയാണ് സഭ പ്രത്യേകമായി ഇന്ന് ചേരുന്നത്. ജിജി, പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയക്കെടുതിയെക്കുറിച്ചുള്ള പ്രത്യേക പ്രസ്താവന നടത്തും. 4 മണിക്കൂർ നീളുന്ന ചർച്ചയിൽ പുനരധിവാസ പുനർനിർമ്മാണ വിഷയങ്ങളാകും ചർച്ചയാകുക. വിവരങ്ങളാണ് റീനു ശ്രീധർ നൽകിയത്. പ്രളയക്കെടുതി വിലയിരുത്താൻ പുതിയ കേന്ദ്ര സംഘം ഉടൻ എത്തുമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ. നാശനഷ്ടങ്ങളുടെ കണക്ക് കേരളം നൽകിയാൽ ഉടൻ 2ാം ഗഡു അനുവദിക്കുമെന്നും കേന്ദ്രമന്ത്രി. വായ്പയെടുക്കാനുള്ള പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം തീരുമാനം പിന്നീടെന്നും മന്ത്രി പറഞ്ഞു. പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾക്ക് ഇളവുകൾ നൽകാൻ ഉറച്ച് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും. പ്രളയക്കെടുതിയെ തുടർന്ന് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും വേഗത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന സംസ്ഥാന ബാങ്കേഴ്സ് സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. From the state, they have to send their proposal. Based on that, a committee will come and they will go through all the procedures, and after that, the central team will sit and they will decide. കാർഷിക വായ്പാ പലിശ നിരക്ക് 6% നിന്നും 4% കുറയ്ക്കുന്നതിനോടൊപ്പം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചതായും തോമസ് ഐസക് അറിയിച്ചു. നമ്മുടെ ബോറോയിങ് ലിമിറ്റ് വർദ്ധിപ്പിക്കണം. അത് ബഹുമാനപ്പെട്ട മന്ത്രി ഗൗരവമായിട്ട് അവിടെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രളയത്തിൽ മരിച്ചവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് 1 ദിവസം കൊണ്ട് നൽകാമെന്ന് LIC കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പ്രളയ മേഖലകളിൽ മിനിമം ബാലൻസ് വ്യവസ്ഥ ഒഴിവാക്കാനും ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക്, ATM കാർഡുകൾ എന്നിവ സൗജന്യമായി നൽകാൻ ബാങ്കുകളും സന്നദ്ധതയെ അറിയിച്ചിട്ടുണ്ട്. ക്ലെയിം സെറ്റിൽമെന്റിനായി കൂടുതൽ സർവേയർമാരെ നിയമിക്കുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എത്ര തുക ക്ലെയിം വന്നാലും കൊടുത്തു തീർക്കുമെന്നും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ TK ഹരിദാസ് അറിയിച്ചു. ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് പ്രത്യേക സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലെയിംസ് പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ടീംസിനെ വെച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള കേന്ദ്ര സഹായം നൽകുമെന്ന് കേന്ദ്ര സംഘ തലവനും ധനകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയുമായ ദേവാശിഷ് പാണ്ഡെ പീപ്പിളിനോട് പറഞ്ഞു. So the central government has immediately taken several steps to provide relief to the people affected by the floods from the banking side and also from the insurance side. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയക്കെടുതിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2:05 അഹമ്മദാബാദിൽ നിന്നുള്ള ഇൻഡിഗോ എയർലൈൻസ് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം പൂർണ്ണ സജ്ജമായി സർവീസ് പുനരാരംഭിച്ചത്. പ്രളയക്കെടുതിയെ തുടർന്ന് ഓഗസ്റ്റ് 15 നിർത്തിവെച്ച സർവീസാണ് 2 ആഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചത്. ഉച്ചകഴിഞ്ഞ് കൃത്യം 2:05 ഹൈദരാബാദിൽ നിന്നുള്ള ഇൻഡിഗോ എയർലൈൻസ് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു. 3:25 പൂനെയിലേക്കുള്ള മറ്റൊരു ഇൻഡിഗോ എയർലൈൻസ് ആദ്യമായി പറന്നുയരുകയും ചെയ്തു. മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ആദ്യം പറന്നിറങ്ങിയ അന്താരാഷ്ട്ര സർവീസ്. അർദ്ധരാത്രി വരെ 33 ലാൻഡിങ്ങും 30 ഡിപ്പാച്ചറുമായി 63 സർവീസുകൾ ആദ്യ ദിനം തന്നെ ഉണ്ടാകുമെന്ന് സിയാൽ അറിയിച്ചു.
300 കോടിയുടെ നഷ്ടമുണ്ടാക്കിയ വെള്ളപ്പൊക്കക്കെടുതി തരണം ചെയ്യാൻ സിയാലിന് ദിവസങ്ങളോളം വേണ്ടി വന്നു. 1000-ഓളം തൊഴിലാളികൾ 24 മണിക്കൂറും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയ അധ്വാനത്തിന് ശേഷമാണ് വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കിയത്. തകരാറിലായ 800-ഓളം റൺവേ ലൈറ്റുകൾ, വൈദ്യുതി വിതരണ സംവിധാനം, സോളാർ സംവിധാനങ്ങൾ, ജനറേറ്ററുകൾ എന്നിവയെല്ലാം പൂർണ്ണ സജ്ജമാക്കി. സൗരോർജ്ജ പ്ലാന്റിൽ നിന്നും 20 മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. 2.5 കിലോമീറ്റർ നീളത്തിലുള്ള മതിലുകൾ താത്കാലികമായി നിർമ്മിച്ചു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങി വിമാനത്താവളത്തോടനുബന്ധിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയ ശേഷമാണ് സർവീസ് പുനരാരംഭിച്ചത്. സിയാലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുറ്റതാണെന്ന് വിമാനത്താവളത്തിൽ ആദ്യം പറന്നിറങ്ങിയ ഇന്ത്യോ എയർലൈൻസിന്റെ പൈലറ്റ് ഗുർബാൽ സിംഗ് പറഞ്ഞു. Today I did the first flight to Cochin from Ahmedabad. It was Indigo flight 644 and CIL has done a good job. They have maintained the runway very nicely after the floods. They have cleaned everything and it is like before it was. പെരിയാറിൽ നിന്നുള്ള പ്രളയം റൺവേ മാത്രമല്ല എയർപോർട്ടിന്റെ 1ാം നില വരെ മുക്കിയിരുന്നു. ആദ്യമായാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇത്രയധികം ദിവസം സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്നത്. ഇനി മുതൽ എല്ലാ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും സാധാരണ സമയക്രമം പാലിച്ചുണ്ടാകുമെന്ന് സിയാൽ അറിയിച്ചിട്ടുണ്ട്. പ്രളയത്തിന് ശേഷം അടച്ചിട്ട വിമാനത്താവളം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും പ്രവർത്തന സജ്ജമായത്. ഇന്നു മുതൽ എല്ലാ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും പുനരാരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ അഭിലാഷിനൊപ്പം സിബി ജോസഫ്. പ്രളയ ദുരന്തത്തിൽ നിന്നും കരകയറാൻ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ഭീമ ജ്വല്ലേഴ്സ് 4 കോടി രൂപ സംഭാവന നൽകി. മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി ഡോക്ടർ ബി ഗോവിന്ദൻ, ബിന്ദു മാധവ്, ഗിരിരാജൻ എന്നിവർ ചേർന്നാണ് സഹായധനം കൈമാറിയത്. സെപ്റ്റംബർ 5 നടക്കുന്ന കിസാൻ സംഘർഷ് റാലിക്ക് സാംസ്കാരിക പ്രവർത്തകരുടെയും ബുദ്ധിജീവികളുടെയും പിന്തുണ. സെപ്റ്റംബർ 5 മാർച്ച് ചരിത്രപ്രധാനമായ ഒന്നാണെന്നും പുതിയ സാഹചര്യത്തിൽ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗക്കാർ ഒന്നിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. 2 ലക്ഷം കർഷകരും തൊഴിലാളികളും അണിനിരക്കുന്ന കിസാൻ സംഘർഷ് ജാഥയ്ക്ക് രാജ്യമാകെ വിപുലമായ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 5 നടക്കുന്ന റാലിക്ക് സാംസ്കാരിക പ്രവർത്തകരുടെയും ബുദ്ധിജീവികളുടെയും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ പ്രഭാത് പട്നായിക് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന നവ ഉദാരവൽക്കരണ നയങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആന്തരിക വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും സമൂഹത്തിലെ വിവിധ വിഭാഗക്കാർ പൊതുവിഷയത്തെ മുൻനിർത്തി ഐക്യപ്പെടുന്നതെന്ന് കവി സച്ചിദാനന്ദൻ വ്യക്തമാക്കി. പലപ്പോഴും കർഷകരും തൊഴിലാളികളും ഒരു അർത്ഥത്തിൽ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർ തമ്മിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ നവ ഉദാരീകരണ നയത്തിന്റെ ഫലമായി ഈ 2 വിഭാഗങ്ങൾക്കും ഒന്നിച്ചു വരേണ്ട ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രഭാത് പട്നായിക്, കെ സച്ചിദാനന്ദൻ, എം കെ റെയ്ന, വെങ്കടേഷ് രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടിയെ ആക്രമിച്ച കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കുറ്റപത്രത്തിന്റെ ഭാഗമായ കൂടുതൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. ഇതിനകം 85 രേഖകൾ പ്രോസിക്യൂഷൻ കൈമാറിയെങ്കിലും 35ഓളം രേഖകൾ ഇനിയും ലഭിക്കാനുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം തന്റെ കുറ്റസമ്മതമൊഴി തെളിവായി സ്വീകരിക്കരുതെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. ഇരിട്ടി മുസ്ലിം ലീഗ് ഓഫീസിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയും ഓഫീസിൽ നിന്നും മാരകായുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM. ലീഗിൽ തീവ്രവാദികൾ ഉണ്ടെന്നതിനു തെളിവാണ് ഇരിട്ടിയിലുണ്ടായ സംഭവമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രസംഗിക്കുന്ന ലീഗ് നേതാക്കളുടെ യഥാർത്ഥ മുഖമാണ് സംഭവത്തിലൂടെ പുറത്തായതെന്നും P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ ലീഗ് ഓഫീസിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയും ഓഫീസിൽ നിന്നും മാരകായുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്ത സംഭവത്തിൽ വൻ പ്രതിരോധത്തിലാണ് ലീഗ് നേതൃത്വം. സ്ഫോടനം നടന്ന ഉടൻ AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് കാരണമെന്ന് വരുത്തി തീർക്കാനായിരുന്നു ലീഗ് നേതാക്കളുടെ ശ്രമം. എന്നാൽ ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഉഗ്രശേഷിയുള്ള ഐസ്ക്രീം ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് കണ്ടെത്തിയതോടെ നേതൃത്വം പ്രതിക്കൂട്ടിലായി. ഓഫീസിൽ നിന്നും നാടൻ ബോംബുകളും വടിവാളുകൾ ഉൾപ്പെടെ മാരക ആയുധങ്ങളും കണ്ടെത്തിയതോടെ എന്തായിരുന്നു ലീഗിന്റെ ലക്ഷ്യമെന്ന ചോദ്യമാണ് ഉയരുന്നത്. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഇരിട്ടിയിൽ കലാപത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു ലീഗ് എന്നതാണ് സംശയം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പ്രചരിപ്പിച്ചത് അത് എയർ കംപ്രസർ പൊട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നതാണ്. പക്ഷേ വെടിമരുന്ന് ധാരാളം അവിടുത്തെ അവശിഷ്ടമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രചരിപ്പിച്ച ലീഗ് നേതാക്കന്മാരെ കുറിച്ച് അന്വേഷിക്കണം. അവർക്ക്
ഈ കാര്യത്തിൽ ബന്ധമുണ്ടോ എന്ന സംശയമാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ലീഗ് പ്രാദേശിക ഭാരവാഹികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി ആയുധങ്ങൾ കൈവശം വെക്കുക, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തകർന്ന റോഡുകളും പാലങ്ങളും പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമേ മലയോര ജില്ലയായ ഇടുക്കിക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ. ഉരുൾപൊട്ടിയും മണ്ണിടിഞ്ഞുമുണ്ടായ നഷ്ടത്തിനൊപ്പം അണക്കെട്ടുകൾ തുറന്നതിനെ തുടർന്നും വലിയ നാശമാണ് റോഡുകൾക്കും പാലങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. ജില്ലയിലെ ദേശീയപാത 148 കിലോമീറ്റർ, PWD റോഡ് 1145.78, ഗ്രാമീണ പഞ്ചായത്ത് റോഡ് 865.93 എന്നിങ്ങനെ 2160 കിലോമീറ്റർ റോഡാണ് പ്രളയത്തിൽ തകർന്നത്. ചേർത്തോണിപ്പാലം, മൂന്നാർ പെരിയവരൈ പാലം, വണ്ടിപ്പെരിയാർ ശാന്തിപ്പാലം തുടങ്ങിയവയ്ക്കും നാശമുണ്ടായി. മഴ കനത്ത നാളുകളിൽ ഒറ്റപ്പെട്ടു പോയ മൂന്നാർ, അടിമാലി, കുമളി എന്നിവിടങ്ങളിലേക്ക് ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നു പോകാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ചെറുതോണിപ്പാലം കാൽനടയാത്രയ്ക്കായി തുറന്നിട്ടുണ്ടെങ്കിലും പൂർവ്വസ്ഥിതിയിലാകാൻ ഏറെ സമയം വേണ്ടിവരും. മൂന്നാർ പെരിയവരയിൽ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ ശാന്തിപ്പാലം വഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നാട്ടുകാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. റോഡുകളും പാലങ്ങളും തകർന്നതോടെ ജില്ലയിലെ വ്യാപാര, വ്യവസായ, ടൂറിസം മേഖലകൾ കൂപ്പുകുത്തി. ഒപ്പം പ്രളയം ബാക്കിവെച്ച വിളകൾ വിൽപ്പനയ്ക്കെത്തിക്കാൻ കഴിയാതെ കാർഷിക, തോട്ടം മേഖലകളിലും വലിയ നഷ്ടമാണ് ഉണ്ടായത്. മഹാപ്രളയത്തിൽ നിന്ന് അതിവേഗം കരകയറാനുള്ള ശ്രമത്തിലാണ് മലയോര ജനത. റോഡുകളും പാലങ്ങളും വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലേ ജില്ലയുടെ കുതിപ്പ് സാധ്യമാവുകയുള്ളൂ. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. പ്രളയക്കെടുതിയിൽ നിന്ന് കേരളം 3 വർഷം കൊണ്ട് ഉയർന്നുവരുമെന്ന് നടൻ കമൽഹാസൻ. ജനങ്ങൾ ഒന്നടങ്കം മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിലകൊള്ളുന്നത് പ്രചോദനമുളവാക്കുന്നതാണെന്നും കമൽഹാസൻ അഭിപ്രായപ്പെട്ടു. തമിഴ് TV ചാനലിന്റെ അവാർഡ് ദാന ചടങ്ങിലാണ് കമൽഹാസന്റെ പ്രതികരണം. இன்னைக்கு சொல்றீங்க பக்கத்து ஸ்டேட் நீங்க பாத்துக்கிட்டு இருக்கீங்க, இடுப்பளவு தண்ணியில ஸ்டேட் பூரா மதந்துட்டு இருக்கு. 3 years கொடுங்க, பாருங்க அந்த ஸ்டேட் எப்படி இருக்க போது, அழிவுல இருந்து எப்படி எந்திரிச்சு வர போறாங்க பாருங்க. அது யாரால முடியும்? ஒரு பினராயி விஜயன் மட்டும் இல்ல, மக்கள் அவங்க எல்லாரும் சேர்ந்து அதுக்கு வேலை செய்யறாங்க. பினராயி விஜயன் அவர்கள் எனக்கு ரொம்ப மதிப்பிற்குரிய அரசியல்வாதி, பிரமாதமான அரசியல்வாதி, அவரை பாராட்ட வேண்டியது கடமை. அதெல்லாம் ஒரு புறம் இருக்கட்டும். அவர் ஒரு ஆள் தனியா இருந்து ஒரு சட்டத்தை இயக்கி இல்ல ஒரு 10 ஆபீசர்த்தை அனுப்பி நடக்கக்கூடிய விஷயமே இல்லை. அவங்க வீட்டு சகதியை அள்ளி வெளியே கொட்டுறாங்க. எங்க கொட்டணும்னு கேட்கறாங்க. நம்ம ஊர்ல இருந்து போறவங்க அங்க போனா சிங்கப்பூர்ல எப்படி துப்பாம இருக்காங்களோ நம்ம ஆளுங்க, அந்த மாதிரி அந்த ஊருக்கு போய் நம்ம ஆட்கள் போய் சேவை செஞ்சுட்டு வராங்க. எனக்கே ஆச்சரியமா இருக்கு. വിദ്യാലയം മലവെള്ളപ്പാച്ചിലിൽ തകർന്നു പോകുന്നതുകണ്ട വയനാട് കുറിച്യാർ മലയിലെ കുരുന്നുകൾ പുതിയ ആഹ്ലാദത്തിലാണിപ്പോൾ. അതിലേക്ക് എത്തിച്ച പ്രയത്നം ഈ കാലവർഷക്കെടുതിക്ക് ശേഷമുള്ള മഹത്തായ അതിജീവന ശ്രമങ്ങളിൽ ഒന്നുകൂടിയാണ്. മേൽമുറി ഹിദായത്തുൽ മദ്രസ 3 ദിവസം കൊണ്ട് ഒരു ഹൈടെക് സ്കൂളാക്കി മാറ്റിയിരിക്കുന്നു. 72 മണിക്കൂർ കൊണ്ട് 92 കുരുന്നുകൾക്കായി നാടാകെ ഈ ശ്രമത്തിൽ പങ്കാളികളായി. ആ കാണുന്നതാണ് കുറിച്യാർമല ഗവൺമെന്റ് LP സ്കൂൾ. അവിടേക്ക് ഇതിലെ ഒരു വഴിയുണ്ടായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി വരെ കുന്നിനുമീതെ ഉരുൾപൊട്ടി കുത്തിയൊലിച്ച മലവെള്ളത്തിലും മണ്ണിടിച്ചിലിലും വഴിയില്ലാതായി. മണ്ണും ചെളിയും വന്നടിഞ്ഞ് വിദ്യാലയവും. എന്നാൽ ഇല്ലാതായില്ല ഈ നാട്ടുകാരുടെ ഇച്ഛാശക്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചെത്തിയ ഇവർ സ്കൂൾ തൊട്ടടുത്ത മേൽമുറി ഹിദായത്തുൽ മദ്രസയിലേക്ക് മാറ്റി. ജില്ലാ ഭരണകൂടത്തിന്റെയും MLA CK ശശീന്ദ്രന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും എല്ലാം പിന്തുണയോടെ ഇവിടെ ഇപ്പോഴുണ്ട് ഒരു ഹൈടെക് സ്കൂൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 50ഓളം ചെറുപ്പക്കാരുണ്ട് കഴിഞ്ഞ 4 ദിവസങ്ങളായി ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. കുട്ടികൾ ഓൾറെഡി ഒരു ട്രോമയിലാണ്. സ്കൂൾ തകർന്നിട്ടുണ്ട്. ഈ ട്രാജഡി ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. പലരും ക്യാമ്പുകളിലാണ്. ഓണം, പെരുന്നാൾ ഒന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. വീണ്ടും അവർ താൽക്കാലിക സ്കൂളിലേക്ക് എത്തുമ്പോൾ അതൊരിക്കലും ഒരു ക്യാമ്പിൻ്റെ അന്തരീക്ഷത്തിൽ ആവരുത് എന്നൊരു വാശിയുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏകദേശം 10-45ഓളം വോളണ്ടിയേഴ്സ് ഫേസ്ബുക്കും മറ്റും വഴി ആർട്ടിസ്റ്റുകളെ കൂട്ടായ്മ മറ്റൊക്കെ വരികയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും ഇനിഷ്യേറ്റീവിനെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്തത്. സേട്ടുകുന്ന്, മേൽമുറി, കുറിച്യാർമല എന്നിവിടങ്ങളിലെ 92 കുട്ടികളാണ് സ്കൂളിലുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. രാവിലെ 9 മണിവരെ മദ്രസയും ശേഷം സ്കൂളുമായി ഇവിടം മാറി.
പേടിപ്പെടുത്തിയ ആ ദിവസങ്ങളെ കൈവിട്ട് അക്ഷരലോകത്തിലെ പ്രകാശിക്കുന്ന കുരുന്നുകളാവുകയാണ് ഇപ്പോഴിവർ. ന്യൂസ് ബ്യൂറോ, വയനാട്. കള്ളപ്പണം പിടികൂടാനെന്ന പേരിൽ അസാധുവാക്കിയ നോട്ടുകളെല്ലാം തിരികെ എത്തിയെന്ന റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. നോട്ട് നിരോധനത്തെ തുടർന്ന് 90ഓളം പേരാണ് രാജ്യത്ത് മരിച്ചത്. നിരവധി കച്ചവടക്കാർ തകർന്നു. കാർഷിക വൃത്തിയും തകർത്ത നോട്ട് നിരോധനം രാജ്യത്തെ GDP വളർച്ചയെയും പുറകോട്ടടിച്ചു. നോട്ട് നിരോധനം മഹാദുരന്തമാണ് രാജ്യത്തുണ്ടാക്കിയതെന്ന് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നിരോധന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന 15.41 ലക്ഷം കോടിയിൽ 99.3% നോട്ടുകളും തിരികെ എത്തിയെന്നാണ് റിസർവ് ബാങ്കിന്റെ ഔദ്യോഗിക കണക്ക്. ആകെ വരാനുള്ളത് 10,000 കോടി മാത്രം. ഇന്ത്യൻ കറൻസി നിയമപരമായി ഉപയോഗിക്കുന്ന നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ ബാങ്കുകളിലായി 10,000 കോടിക്കടുത്ത് പണമുണ്ടെന്ന് അവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരോധിത പണം മുഴുവൻ മടങ്ങിയെത്തിക്കഴിഞ്ഞു. 4 ലക്ഷം കോടിക്കടുത്ത് കള്ളപ്പണമാണെന്നും ഇത് മടങ്ങിയെത്തില്ലെന്നുമായിരുന്നു മോദിയുടെ പ്രതീക്ഷ. അത് ലക്ഷ്യം കണ്ടില്ല. നോട്ട് നിരോധനത്തെ തുടർന്ന് 90ഓളം പേരാണ് മരിച്ചത്. 10,000ങ്ങളുടെ ചെറുകിട കച്ചവടം തകർന്നു. GDP പോലും സമീപകാലത്തെ അപേക്ഷിച്ച് പുറകോട്ട് പോയി. നോട്ട് നിരോധനം മഹാദുരന്തമാണ് വിതച്ചതെന്ന് ഇതുവഴി വ്യക്തമായതായി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. സംയുക്ത പാർലമെന്ററി സമിതി നോട്ട് നിരോധനത്തിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി പ്രതികരണം വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പുനരധിവാസ പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യാനുമായി KPCCയുടെ നേതൃയോഗം ഇന്ന് വൈകുന്നേരം 3:30 ഇന്ദിരാഭവനിൽ ചേരും. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, കോൺഗ്രസ് MPമാരും MLAമാരും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും പോഷക സംഘടനാ പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കും. പ്രളയബാധിതർക്കുള്ള സഹായം സംബന്ധിച്ച വിഷയവും KPCC പ്രഖ്യാപിച്ച വീടുകളുടെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട വിഷയവും യോഗം ചർച്ച ചെയ്യും. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾക്കെതിരെയും പട്ടിണിക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സെപ്റ്റംബർ 4-ന് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. അക്രമങ്ങൾ തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. തൊഴിൽ ഇല്ലായ്മയുടെ കാര്യത്തിലും പട്ടിണി ഇല്ലാതാക്കുന്നതിലും വാഗ്ദാനങ്ങൾ പാലിക്കാൻ മോദി സർക്കാരിന് സാധിച്ചില്ല. മഹിളാ അസോസിയേഷൻ നേതാക്കൾ ഇക്കാര്യം കുറ്റപ്പെടുത്തി. രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്നായി 10,000-ഓളം വനിതകൾ സമരത്തിൽ പങ്കെടുക്കും. മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൾക്കൂട്ടാക്രമണത്തിലും ബലാത്സംഗങ്ങളിലും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും. കത്വ കേസിലെ അഭിഭാഷകയായ ദീപിക സിംഗ് മാർച്ചിൽ പങ്കെടുക്കും. സമര വളണ്ടിയർമാരായ വനിതകൾ 5-ന് നടക്കുന്ന കിസാൻ സംഘർഷ് ജാഥയിലും പങ്കെടുക്കുമെന്ന് മഹിളാ അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു.